യേശു ജനിക്കുന്നതിൻ്റെയും 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരിക്കുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. അന്ധകാരത്തിൽ വസിച്ചിരുന്നവർക്ക് വേണ്ടി മഹത്തായ ഒരു പ്രകാശം ഉദയം ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനത്തിലൂടെ അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നും പക്ഷേ അനേക ആയിരങ്ങൾ അന്ധകാരത്തിലാണ്. ദുഃഖത്തിൻ്റെ, നിരാശയുടെ, പാപത്തിൻ്റെ, ഭയത്തിൻ്റെ, ശൂന്യതയുടെ, തഴക്കദോഷങ്ങളുടെ അന്ധകാരത്തിൽ ജനങ്ങൾ ജീവിക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രത്യാശ നൽകുന്നു, അന്ന് ഉദിച്ച ആ സൂര്യൻ ഇതുവരെയും അസ്തമിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 60:19 നമ്മൾ വായിക്കുന്നുണ്ട്: നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. അപ്പം കർത്താവിൻ്റെ പ്രകാശം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ നമ്മളുടെ ജീവിതത്തെ അന്ധകാരാവർദ്ധമാക്കുന്ന, ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ ഇരുട്ട് വ്യാപിച്ചിട്ടുള്ള സകല മേഖലകളിലേക്കും കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 9:6 തുടർന്ന് ഇങ്ങനെ പ്രവാചകൻ പറയുകയാണ്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ വിശദീകരിക്കുന്ന ഒരു പ്രവചനമാണ്. നമുക്ക് വേണ്ടി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലാണ്. എല്ലാ ആധിപത്യങ്ങളുടെയും മുകളിലുള്ള ആധിപത്യം ഈ ശിശുവിനാണ്, യേശുവിനാണ്. അതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾക്ക് മുകളിൽ അധികാരമുള്ളവനാണ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ ശിശു, നമുക്ക് വേണ്ടി പിറന്ന ഈ ശിശു. വിസ്മയനീയനായ ഉപദേഷ്ടാവ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഈ രാത്രിയിലും പല കാര്യങ്ങളിലും എന്താ ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക, എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ എനിക്ക് കരകയറാൻ പറ്റും, എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ തഴക്കദോഷത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. അവൻ ശരിയായ മാർഗനിർദ്ദേശം നമുക്ക് നൽകും. അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, അവൻ ശക്തനായിട്ടുള്ള ദൈവമാണെന്ന്. ഒരു ദൈവസങ്കല്പമല്ല യേശു. അവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തന നിരതനായ ദൈവമാണ്. അവൻ ശക്തിയുള്ള ദൈവമാണ്, ഒരാശയമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാനും ഏത് പ്രശ്നങ്ങളിലും നമ്മളെ സഹായിക്കുവാനും കഴിവുള്ള ശക്തനായിട്ടുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി പിറക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശു. വീണ്ടും പ്രവാചകൻ പറയുന്നു, നിത്യനായ പിതാവ്. നമുക്കറിയാം, പിതാക്കന്മാരിലൂടെ സംരക്ഷണം കിട്ടും, അവർ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും. പക്ഷേ ഒരു പിതാവും നിത്യനല്ല. കുറേ കഴിയുമ്പോൾ, എത്ര ആരോഗ്യമുള്ള പിതാവിൻ്റെയും പ്രായം കൂടിക്കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും, പിന്നീട് കിടപ്പിലാകും, ഈ ലോകത്തോട് യാത്ര പറയും. എല്ലാ കാലത്തും ആർക്കും പിതാക്കന്മാരുണ്ടാകാറില്ല. അപ്പോൾ ഈ ഭൂമിയിലെ പിതാക്കന്മാർ നമുക്ക് നൽകുന്ന സംരക്ഷണയ്ക്ക് ലിമിറ്റേഷനുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന ശിശു, അവൻ നിത്യനായിട്ടുള്ള പിതാവാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും നിന്നെ സംരക്ഷിക്കാൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവായി സ്വർഗം നമുക്ക് തന്നിരിക്കുകയാണ് ഈ ശിശുവിനെ. വീണ്ടും പറയുന്നു, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്.
അപ്പം ഇത് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെക്കുറിച്ച് നൽകിയ പ്രവചനമാണ്. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഈ രാത്രി തന്നിരിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് കർത്താവ് സമാധാനത്തിൻ്റെ രാജാവായി ഈ രാത്രിയിൽ കടന്നു വരും. ഒരു പിതാവിൻ്റെ സംരക്ഷണയില്ലാതെ, സുരക്ഷിതത്വമില്ലാതെ, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ജീവിതങ്ങൾക്ക് ഒരു പിതൃസ്നേഹമായി ദൈവം ഇന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന് നിന്നെ രക്ഷിക്കുന്ന ശക്തനായ ഒരു ദൈവമായി ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് രാത്രിയിൽ കടന്നു വരും. അതുപോലെ തന്നെ വിസ്മയനീയനായ ഉപദേഷ്ടാവ്, അബദ്ധങ്ങളിലേക്ക് വീണു പോകാതെ നീ എങ്ങനെ പോകണം, നീ എന്തു ചെയ്യണം എന്നെല്ലാം ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈ രാത്രിയെ നമുക്ക് ഓരോ നിമിഷത്തെയും നമുക്ക് പ്രത്യാശയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. 115 സങ്കീർത്തനം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ രാത്രിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ പോലും അവൻ തള്ളിക്കളയുകയില്ല. ആ ബോധ്യത്തോടു കൂടി നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏത് വിധത്തിലാണ് ദൈവം ഇറങ്ങി വരേണ്ടത്? വിസ്മയനീയനായ ഉപദേഷ്ടാവായി, മാർഗനിർദ്ദേശം നൽകുന്ന ഉപദേഷ്ടാവായി അവൻ കടന്നു വരും. സമാധാനമില്ലെങ്കിൽ, നിന്റെ ഹൃദയം ഇളകി മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ, സ്വസ്ഥതയില്ലാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, സമാധാനത്തിൻ്റെ രാജാവായി ഈശോ ഇന്ന് കടന്നു വരും. അവൻ നിത്യനായ പിതാവായും ശക്തനായ ദൈവമായും എല്ലാറ്റിൻ്റെയും മുകളിലുള്ള അധികാരിയായും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം. അവൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രവർത്തിക്കാം. സ്നേഹത്തോടുകൂടി ഈശോയെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് യേശുവേ എന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിളിക്കാം. യേശുവേ, സമാധാനമായി നീ വരണമേ, സുരക്ഷിതത്വമായി നീ വരണമേ, ജ്ഞാനമായി നീ വരണമേ, ശക്തിയായി നീ വരണമേ, വിടുതലായി നീ വരണമേ, വിമോചനമായി നീ വരണമേ, രക്ഷയായി നീ വരണമേ. എന്റെ അന്ധകാരം എടുത്തു നിൽക്കണമേ, സാത്താന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കണമേ, എന്നെ വിമോചിപ്പിക്കണമേ, സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതലുള്ള വചനങ്ങളാണ്. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പുള്ള ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അത് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും അത്രേ. നോഹയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്തു കൊടുത്തും ജീവിച്ചു. പ്രളയം വരുന്നത് വരെ, പ്രളയം വന്നപ്പോഴാണ് അവർക്ക് ബോധോദയമുണ്ടായത്. അപ്പം എന്തായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? തിന്നുക, കുടിക്കുക, വിവാഹം ചെയ്യുക, വിവാഹം ചെയ്ത് കൊടുക്കുക, ഇത് ഒന്നും തെറ്റായ കാര്യമൊന്നുമില്ല, ഇതെല്ലാം ആവശ്യമാണ് ജീവിതത്തിൽ. പക്ഷേ ഈശോ പറയുന്നു അവസാന കാലഘട്ടവും ഇതുപോലെയൊക്കെ ആയിരിക്കും. ദുരിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തിന്നുക, കുടിക്കുക, വിവാഹം ചെയ്യുക, ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മുഴുകി
തീറ്റയും കുടിയും ഉല്ലാസവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചറായിരുന്നു, ഒരു പ്ലഷർ സീക്കിംഗ് കൾച്ചറായിരുന്നു നോഹയുടെ മുമ്പുണ്ടായിരുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചേരുന്നൊരു വാക്കാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതിലപ്പുറത്ത് ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവമായ കാഴ്ചപ്പാടില്ല. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹമായിരുന്നു നോഹയുടെ പ്രളയത്തിന് മുമ്പുള്ളത്. അപ്പോൾ അവർക്ക് തീറ്റയും കൂടിയും ഉല്ലാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെയും ഒരു പ്രത്യേകത ഇതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്ന് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ്. എൻ്റർടൈൻമെൻ്റ് ആണ്, അതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. അപ്പം മനുഷ്യർ മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ ഉല്ലാസത്തിന് വേണ്ടി പണം ചെലവഴിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ജീവിതത്തിൻ്റെ ശൂന്യത, ജീവിതത്തിൻ്റെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജീവിക്കുന്ന സാഹചര്യത്തിൽ സ്വസ്ഥതയില്ല, ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷമില്ല. അതുകൊണ്ട് മനുഷ്യൻ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ഉല്ലാസത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വ്യാകൃതമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇന്ന് ആഘോഷമാണ്. നമുക്ക് നോക്കിയാൽ എല്ലാം ആഘോഷമാണ്. പണ്ടൊക്കെ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെയാണ് ആഘോഷം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ആഘോഷമാണ്. പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ വീക്കെൻഡ് പാർട്ടികൾ, ജോലി ചെയ്യുന്നത് പോലും വാരാന്ത്യം ആഘോഷിക്കാനാണ്. അപ്പോൾ വാരാന്ത്യത്തിൽ ആ ആഴ്ച കിട്ടുന്ന ശമ്പളം മുഴുവനും പൊടിക്കും, അത് മദ്യത്തിലും മറ്റു കാര്യത്തിനൊക്കെ ചിലവഴിക്കും. അപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. കോളേജുകളിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, വീക്കെൻഡ് പാർട്ടികൾ, വാരാന്ത്യ ആഘോഷങ്ങൾ, മദ്യ പാർട്ടികൾ, ഇതെല്ലാം പൊതുവെ ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരാഴ്ച ജോലി ചെയ്യുന്നത് ആ ആഴ്ചയുടെ അവസാനം അടിച്ചു പൊളിക്കാനാണ്. അപ്പം തീറ്റയും കുടിയും മദ്യവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം, അതിനേക്കാൾ അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ലക്ഷ്യം കണ്ടെത്താനോ കഴിയാതെ മനുഷ്യർ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവസാന കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. മദ്യം കഴിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും എല്ലാം എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന നിയമങ്ങളൊക്കെ പല രാജ്യങ്ങളിലും പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇനി തിന്മയല്ല, അതൊക്കെ ജീവിതത്തിൽ സുഖത്തിന് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. പല രാജ്യങ്ങളും സെക്സിനെയും അങ്ങനെ വ്യാഖ്യാനിച്ചു, അതും ഉല്ലാസത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം. അങ്ങനെ ധാർമ്മിക മേഖലകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിലെല്ലാം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലോകത്തിലെ ഏറ്റവും ലിവിങ് സ്റ്റാൻഡേർഡുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്ക്. ഈ ഹാപ്പിനെസ്സിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരാണെന്നാണ് പറയുന്നത് ഡെൻമാർക്കിലുള്ളവർ. ഇപ്പം ഞാനിത് കേട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവരുടെ നാടാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടി പഠിച്ചപ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആളുകൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വിവാഹം കഴിക്കുന്നവർ തന്നെ 30-35 വയസ്സൊക്കെ ആയാലാണ് ചെറുപ്പക്കാർ വിവാഹം കഴിക്കുകയുള്ളൂ. വിവാഹം കഴിച്ചാലും അവർ 50% വിവാഹവും വിവാഹമോചനത്തിൽ അവസാനിക്കുക അധികം വൈകാതെ. അപ്പോൾ അങ്ങനെയുള്ള കുടുംബ ജീവിതങ്ങളില്ല. സ്ത്രീകൾക്ക് വിവാഹം ചെയ്യുന്നതിലോ കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്നതിലോ താല്പര്യമില്ല. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഗവൺമെൻറ് അപകടകരമായ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഈ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, വിവാഹം ഇല്ല, സ്വവർഗരതി വ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവ്. ഇങ്ങനെ പോയാൽ 25 വർഷം കൊണ്ട് ആ രാജ്യം തന്നെ ഇല്ലാതാകും. വർഷങ്ങൾ കഴിയും തോറും ജോലി ചെയ്യാനുള്ള ആളുകളില്ലാതെ രാജ്യം നാശത്തിലേക്ക് പോകും. അപ്പോൾ ഈ അപകടം മനസ്സിലാക്കി പ്രസവിക്കാനുള്ള പ്രേരണ സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിൻ്റെ എല്ലാ ചെലവും ഗവൺമെൻറ് വഹിച്ചോളും, അതോർത്ത് ഭാരപ്പെടേണ്ട. അതുപോലെ ഉദ്യോഗസ്ഥരായ സ്ത്രീകളാണ് പ്രസവിക്കുന്നതെങ്കിൽ 5 വർഷത്തേക്ക് അവർ ജോലി ചെയ്യേണ്ട ശമ്പളം വീട്ടിൽ കൊണ്ടേ കൊടുക്കും, കൊച്ചിൻ്റെ ചെലവും വഹിക്കും ഗവൺമെൻറ്. ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള താല്പര്യം ഉണ്ടാകാൻ വേണ്ടി പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചുവെങ്കിലും അവിടുത്തെ സ്ത്രീകൾ അതിലൊന്നും വീണില്ല. അവിടെ പ്രസവിക്കാനുള്ള താല്പര്യം സ്ത്രീകൾക്ക് കുറവാണ്. കാരണം എന്താണെന്നറിയാമോ? ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടപ്പാടാണ്, സ്വാതന്ത്ര്യം പോകും. കുഞ്ഞുണ്ടായാൽ അത് സ്വാതന്ത്ര്യം പോകും.
ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കഷ്ടപ്പാടിനൊന്നും തയ്യാറല്ല, വേദനിക്കാൻ തയ്യാറല്ല, ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. ഈ അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമാണ് അവരുടെ ശൈലിയായിട്ട് സ്വീകരിച്ചത്. അതുകൊണ്ട് അവർ ആ രീതിയിൽ ജീവിക്കുകയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, ഏതാനും ദശാബ്ദങ്ങൾ കഴിയുമ്പോൾ ഒരു രാജ്യം തന്നെ ഇല്ലാതാകും. അങ്ങനെ അധ്വാനിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. പുതിയ ആളുകൾ കുടിയേറി വന്നില്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുകയില്ല. അപ്പം ഇതാണ് അവിടുത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കുത്തഴിഞ്ഞ ജീവിതം, എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. അത് ആത്യന്തികമായി തകർച്ചയിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാത്ത സന്തോഷങ്ങൾ തേടിപ്പോകുന്നതും സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതും ഒക്കെ ജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുകയുള്ളൂ. എല്ലാ സന്തോഷവും ഒടുവിൽ നമുക്ക് മടുപ്പും ശൂന്യതയായിരിക്കും ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഈ ആളുകൾ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ആദ്യത്തിനേക്കാൾ വലിയ ശൂന്യതയാണ്, വലിയ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലഹരിക്കും സന്തോഷം തരാൻ പറ്റില്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു വൈകാരിക അനുഭവം മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ സന്തോഷത്തിന് വേണ്ടിയുള്ള ഈ ഓട്ടത്തിലാണ് ഇപ്പോൾ ലോകം ഇപ്പോഴും. സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്നു. എന്നാൽ ഒരു സത്യമുണ്ട്, ഈ സന്തോഷം എന്ന് പറയുന്നത് വളരെ നൈമിഷികവുമാണ്. അങ്ങനെ ഒരു സാധനം സത്യത്തിൽ ജീവിതത്തിൽ ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ ആ കാറ് പഴയതായി പോകും, ആ സന്തോഷം നമുക്ക് പോകും. ഒരു പുതിയ ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ഷർട്ടാവും, അത് കിട്ടിയതിൻ്റെ സന്തോഷം പോകും. ഒരു പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആനന്ദമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ ഈ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം കിട്ടും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് തീരും. നമുക്കറിയാം, സന്തോഷം എന്ന് പറയുന്നത് സ്ഥിരതയുള്ളൊരു സാധനമല്ല, അത് നേടിയെടുക്കാൻ പറ്റില്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതിനുവേണ്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതം നഷ്ടമായിട്ട് പോകും. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വചനങ്ങളിൽ സോളമൻ ഇത് പറയുന്നുണ്ട്. സോളമൻ്റെ ആദ്യത്തെ 40 വർഷം സോളമൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു, എല്ലാ സന്തോഷവും നുകർന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സോളമൻ പറയുകയാണ്, എല്ലാം മിഥ്യയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കുവാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് മാത്രമാണ് ആനന്ദം കിട്ടുകയുള്ളൂ എന്ന് സോളമൻ ഒടുവിൽ തിരിച്ചറിയുകയാണ്. ലോകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സന്തോഷമാണ്. അത് ചെയ്താൽ സന്തോഷമുണ്ടാകും, ഇങ്ങനെ പോയാൽ സന്തോഷമുള്ള ജീവിതമുണ്ടാകും, പണം കിട്ടിയാൽ അങ്ങനെ സന്തോഷിക്കാം. ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ലോകം നമുക്ക് വേണ്ടി വെച്ച് കിട്ടുന്നത്. എന്നാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സന്തോഷമല്ല. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആനന്ദമാണ്. ആനന്ദം എന്ന് പറയുന്നത് അത് സ്പിരിച്വലാണ്. സന്തോഷം എന്ന് പറയുന്നത് ജഡികമാണ്. അത് നമ്മുടെ ശരീരവും മനസ്സും ആയിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അത് താൽക്കാലികവുമാണ്. ആനന്ദം എന്ന് പറയുന്നത് അത് നിലനിൽക്കുള്ളിൽ, അത് നമുക്ക് കിട്ടുന്നത് അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ, കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ 9 മാസം ഉദരത്തിൽ വഹിച്ച് ആ കുഞ്ഞിന് വേണ്ടി ഉറക്കമിളച്ച് ആ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി വളർത്തി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദമുണ്ട്. ആ കുഞ്ഞ് ആദ്യം അമ്മയെന്ന് വിളിക്കുമ്പോൾ, അപ്പായി എന്ന് വിളിക്കുമ്പോൾ, ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമ്പോൾ, ആ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി, അതൊരിക്കലും ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഹൃദയത്തിൽ നീങ്ങിപ്പോകില്ല. അത് ടെമ്പററി ആയിട്ടുള്ള അനുഭവമല്ല. അപ്പോൾ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് നമുക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കഷ്ടപ്പാടുകളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അർത്ഥശൂന്യമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ
ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. മോശയെക്കുറിച്ച് പറയുകയാണ്, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ മോശ ഒരു തീരുമാനമെടുത്തു. മോശയ്ക്ക് വേണമെങ്കിൽ ഈജിപ്തിൽ ഫറവോയായി രാജ്യം ഭരിച്ച് ജീവിക്കാമായിരുന്നു, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാമായിരുന്നു. പക്ഷെ നമുക്കറിയാം, മോശയുടെ കാലഘട്ടത്തിലെ ഫറവോ രാജാവിൻ്റെ പേര് നമുക്കാർക്കും അറിയില്ല. പക്ഷെ മോശയെ നമുക്കറിയാം. മോശ അനശ്വരനായി തീർന്നു. മോശ ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ജനനേതാവായി മാറി, അനശ്വരനായി മാറി. അങ്ങനെ മാറാൻ കാരണം അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണ്. ഈജിപ്തിലെ സുഖത്തെക്കാളും എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ പങ്കുചേരണം, അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടണം എന്നുള്ള ഒരു തീരുമാനം എടുത്തതുകൊണ്ടാണ് മോശയ്ക്ക് അനശ്വരനായിട്ട് മാറാൻ സാധിച്ചത്. അപ്പോൾ ജീവിതം കഷ്ടപ്പെടാനുള്ളതാണെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ജീവിതം സുഖിക്കാനുള്ളതല്ല. അത് ലോകം നൽകുന്ന തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം അങ്ങനെയുള്ള സുഖം ശാശ്വതമല്ല, അത് ദുഃഖത്തിലേക്ക് മാത്രമേ നമ്മളെ നയിക്കുകയുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ചെലവഴിക്കപ്പെടാനുള്ളതാണ്, ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിക്കുമ്പോൾ തേയ്മാനമുണ്ടാകും, ചെലവഴിക്കപ്പെടുമ്പോൾ നഷ്ടമുണ്ടാകും. യേശു വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വലിയ ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ജീവിതത്തിലെ സത്യസന്ധമായ തത്വശാസ്ത്രം. ഇതാണ് ജീവിതത്തിൻ്റെ രഹസ്യം. ഇതാണ് ജീവിതം ഫലദായകമായി തീരാൻ വേണ്ടി വേണ്ടത്. നമ്മളതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ഉള്ളതുകൊണ്ട്, വേണ്ടത്ര വിശ്രമം കിട്ടാത്തത് കൊണ്ട്, അലച്ചിലുള്ളത് കൊണ്ട് ആ ജീവിതം നഷ്ടമായി എന്നോ ജീവിതത്തിന് കുറവുണ്ടെന്നോ ദൈവകൃപ കുറഞ്ഞുപോയി എന്നോ ഒന്നും ചിന്തിക്കരുത്. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും ഉരുകിത്തീരുമ്പോൾ, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ഇല്ലാതാകുമ്പോൾ, ഇടവകയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒക്കെ ഇല്ലാതായി തീരുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇനി എത്ര നല്ല ഇനം വിത്താണെങ്കിലും, എന്തുമാത്രം റിസർച്ച് നടത്തി വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്താണെങ്കിലും, വിത്ത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അഴുകാതെ രക്ഷയില്ല. വേറൊരു വഴിയുമില്ല ഒരു വിത്തിനെ ഫലം പുറപ്പെടുവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അഴുകുക എന്നുള്ളത് വിത്തിൻ്റെ ധർമ്മമാണ്. അഴുകിയാലേ, ഇല്ലാതായാലേ വിത്തിൻ്റെ ജീവിതത്തിന് അർത്ഥപൂർണത ഉണ്ടാകുകയുള്ളൂ. എന്നതുപോലെ നമ്മളുടെ ജീവിതവും സുഖിക്കാനായി ഒരു നഷ്ടവുമില്ലാതെ ഒരു കുറവുമില്ലാതെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ആ ജീവിതം അർത്ഥശൂന്യമായിട്ട് തീരും എന്നുള്ളത് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും സുഖം അന്വേഷിക്കുന്ന മനുഷ്യർ, എപ്പോഴും സുഖം അന്വേഷിക്കുന്ന മനുഷ്യർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവരെപ്പോഴും കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ തുടങ്ങും. അവർക്ക് ആഴമായ ബന്ധങ്ങളിലേക്ക് കടന്നു വരാൻ പലപ്പോഴും സാധിക്കുകയില്ല. സുഖാന്വേഷികൾക്കൊരിക്കലും ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ പറ്റില്ല. കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, കുടുംബജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ വിവാഹമോചനത്തെക്കുറിച്ചായിരിക്കും ആദ്യം ചിന്തിക്കുക. ജോലിയിൽ പ്രശ്നമുണ്ടായാൽ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ഏതെങ്കിലും ഒരു സ്നേഹബന്ധത്തിൽ ഒരു ഉലച്ചിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിനുപേക്ഷിച്ച് അടുത്തത് നോക്കിപ്പോകും. അങ്ങനെ സുഖാന്വേഷികൾക്ക് ആഴമായ ബന്ധത്തിലേക്കോ അർത്ഥപൂർണമായ ജീവിതത്തിലേക്കോ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഇത് ജീവിതത്തിൽ ഒളിച്ചോട്ടത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വിഷമങ്ങളുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, വിഷമം തരുന്ന വ്യക്തികളെ ഒഴിവാക്കുക, ബുദ്ധിമുട്ടുള്ള ജോലി ഒഴിവാക്കുക, സുഖകരമായി എനിക്ക് ജീവിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം, ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ നിന്ന്, ദൈവം തന്ന ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും തൽഫലമായി വലിയ ശൂന്യതയിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന ജീവിതം എന്നുള്ളത് കഷ്ടപ്പെടാനുള്ള ജീവിതം. ഇന്ന് നമുക്കറിയാം, ദൈവം നമ്മളുടെ ശരീരത്തെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് അത് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ജീവിത ശൈലിയിൽ ശാരീരികമായ അധ്വാനമില്ല, ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾ രോഗികളായി മാറുന്നു.
അതുകൊണ്ട് പിന്നെ ജിമ്മിലൊക്കെ പോകണു, രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു, എക്സസൈസിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു. കാരണം ഈ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അത് ഉപയോഗിക്കാനാണ്. അതിങ്ങനെ സുഖകരമായിട്ട് സോഫായിൽ ഇങ്ങനെ ഇരുന്ന് ആയുസ് കളയാനുള്ളതല്ല, മറിച്ച് അത് അധ്വാനിക്കാനുള്ളതാണ്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അധ്വാനിക്കാൻ വേണ്ടിയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കഷ്ടപ്പാട്. അതുകൊണ്ട് കഷ്ടപ്പാടില്ലാത്ത ജീവിതം അന്വേഷിക്കരുത്, ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കരുത്. മറിച്ച് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജീവിത ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാകണം. ദൈവം പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും, ദൈവം സൗഖ്യം നൽകും, ദൈവം പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതൊക്കെ ഉള്ളപ്പോഴും ഓർക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം കഷ്ടപ്പാടുകൾ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എല്ലാ കഷ്ടപ്പാടും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത് ജീവിതത്തിലെ പരാജയത്തിന് എപ്പോഴും കാരണമായിട്ട് തീരും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മളുടെ ജീവിതം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ സുഖകരമായി ജീവിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മഹത്വം ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. പൗലോസ് പറയുന്നുണ്ട്, 2 കൊരിന്തോസ് 4:18 പറയുകയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായിട്ടുള്ള മഹത്വമെന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ജേർണൽ ഓഫ് പോസിറ്റീവ് സൈക്കോളജി ഒരു ലേഖനം വായിക്കാനിടയായി. അപ്പോൾ അതിനകത്ത് അവർ ഈ സന്തോഷം അന്വേഷിക്കുന്നവരുടെയും അർത്ഥപൂർണമായി ജീവിതം നയിക്കുന്നവരുടെയും ജീവിതത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സുഖമന്വേഷിക്കുന്ന സുഖാന്വേഷികൾ എപ്പോഴും മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരായിരിക്കും, സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നവരായിരിക്കും, കൊടുക്കാൻ അവർക്കറിയില്ല. അർത്ഥപൂർണമായി ജീവിതം നയിക്കുന്നവർ അവരുടെ ജീവിതം അവർ കൊടുക്കും, മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കൊടുക്കും. ഇതാണ് ഈ 2 ജീവിതത്തിൽ നിന്നും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് ആ ജേർണലിൽ വായിക്കാനിടയായി. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രിയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ വേദനകളെ, കഷ്ടപ്പാടുകളെ ദൈവികമായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. എത്ര പ്രാർത്ഥിച്ചാലും എല്ലാ വേദനയും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകില്ല, എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം പരിഹരിക്കുകയില്ല. കാരണം അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മഹത്വത്തിനും വിശുദ്ധീകരണത്തിനും പൂർത്തീകരണത്തിനും ദൈവം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അവബോധം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. സന്തോഷം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഈ അനുഭവം കിട്ടുന്നത് സാഹചര്യങ്ങളോ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഈ ആനന്ദത്തിന് സാഹചര്യങ്ങളുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ജയിലിൽ കിടന്ന പൗലോസും സീലാസും രാത്രി 12 മണിക്ക് ഇടിയൊക്കെ ഏറ്റുവാങ്ങി ഈ ജയിലിൽ കിടക്കുമ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ സ്തോത്രം പാടി സ്തുതിച്ചത് അവരുടെ ഉള്ളിൽ ആനന്ദമുണ്ടായിരുന്നിട്ടാണ്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളത് കൊണ്ട് ആനന്ദമില്ലാത്ത മനുഷ്യരായി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആനന്ദം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ആനന്ദത്തിൻ്റെ ഉറവിടമായ ദൈവവുമായി നമ്മൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആനന്ദമുള്ളവരായിട്ട് മാറും. ഈ ആനന്ദ സ്വരൂപൻ എന്നാണ് ഭാരതീയ ചിന്തയിൽ ഈശ്വരനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ദൈവം തന്നെ ആനന്ദ സ്വരൂപനാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. അപ്പം ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിൻ്റെ സോഴ്സ്. ഒരു വ്യക്തി ദൈവവുമായി ശരിയായ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സന്തോഷത്തിന് വേണ്ടി മദ്യപിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സന്തോഷത്തിന് വേണ്ടി മദ്യപിക്കുന്നത്? ആ വ്യക്തിയുടെ ഉള്ളിൽ സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഉള്ളിലെ ശൂന്യത നികത്താൻ വേണ്ടിയാണ് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതും മറ്റു ലഹരിക്കൊക്കെ അടിമപ്പെടുന്നതെല്ലാം. ഉള്ളിൽ ഈ ശൂന്യത എന്തുകൊണ്ടുണ്ടാകുന്നു? സൃഷ്ടാവായ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയത് കൊണ്ടാണ്.
ദൈവവുമായി ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രശ്നം ഇതാണ്. ലോകം ഇന്ന് ഇത്രമാത്രം പരക്കപ്പായുന്നതും പാപത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി പരാക്രമം പിടിച്ചു പോകുന്നതിൻ്റെ കാരണം ദൈവത്തെ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാകുന്നില്ല. ദൈവം നഷ്ടപ്പെട്ട സമൂഹത്തിൽ സ്വസ്ഥതയുണ്ടാകുകയില്ല. ദൈവം നഷ്ടപ്പെട്ട കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകുകയില്ല. ദൈവം നഷ്ടപ്പെട്ട വ്യക്തികൾക്കും സ്വസ്ഥതയുണ്ടാകുകയില്ല. ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടോ രോഗമുണ്ടായതുകൊണ്ടോ അല്ല ഒരു വ്യക്തി സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നത്, മറിച്ച് ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ശരിയാകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും എല്ലാം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളും മാറിയില്ലെങ്കിലും, ഒരു സാഹചര്യത്തിലും മാറ്റമുണ്ടായില്ലെങ്കിലും ആനന്ദിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. അപ്പോൾ അർത്ഥപൂർണമായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. അതുണ്ടാകണമെങ്കിൽ നമ്മളുടെ ജീവിതം ഉയർത്തുന്ന ചലഞ്ചുകൾ നമ്മൾ നേരിടണം, ഒളിച്ചോടരുത്. ബുദ്ധിമുട്ടുകളെ സഹിക്കണം. ത്യാഗത്തിന്, കഷ്ടപ്പാടിന് വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണതകൾ നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്കറിയാം, കഷ്ടത നമ്മളെ വിശുദ്ധീകരിക്കും. കഷ്ടത നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. അതുപോലെ തന്നെ കഷ്ടത നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെടുത്തും. സുഖലോലുപം നിറഞ്ഞ ഒരു ജീവിതം അത് എപ്പോഴും ലോകവുമായിട്ട് നമ്മളെ കൂടുതൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കഷ്ടത നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പൂർണ്ണതയുള്ളവരായി തീരുവാനാണ്. കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ആനന്ദമുള്ള മനുഷ്യരായി തീരാനാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിലേക്കാണ്, സന്തോഷത്തിലേക്കല്ല. ബെനഡിക്ട് 16 പാപ്പ ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി, ലോകം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് സന്തോഷമാണ്, എന്നാൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ല. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മഹത്വത്തിന് വേണ്ടിയാണ്, ഗ്രേറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഗ്രേറ്റ്നെസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ത്യാഗത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം മഹത്വമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ്. മഹത്വമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത് വേദനിക്കാനുള്ള, സ്നേഹത്തെ പ്രതി ത്യാഗം സഹിക്കാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടാകുമ്പോഴാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നഷ്ടബോധം പാടില്ല. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ സുഖമൊന്നും അനുഭവിക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ജീവിതം ഒത്തിരി അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കരുത്. ആ ജീവിതത്തിന് വാല്യൂ ഉണ്ട്. ആ ജീവിതത്തെ സന്തോഷപൂർവ്വം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നിൻ്റെ നിരാശ മാറി നിനക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നിന്നെ നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് 21-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, സുഖലോലുപതയിലുള്ള ജീവിതം മനസ്സിനെ ദുർബലമാക്കും. അത് ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതാക്കിയേക്കാം. അത് കരുത്തില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് സുഖലോലുപതയും മദ്യാസക്തിയും നമ്മുടെ ജീവിതത്തെ ദുർബലമാക്കുമെന്നുള്ള സത്യം ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പം അതുകൊണ്ട് മറ്റൊന്ന്, ഈ സുഖലോലുപതയുള്ള ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ്? അവർ ജീവിക്കുന്നത് ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടങ്ങൾ സാധിക്കുന്ന ഒരു ജീവിതം,
നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ ദുർബലരാക്കും. ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക വ്യക്തിത്വം കരുത്തുറ്റതായിത്തീരുന്നത്. നമുക്കറിയാം, സഭ നമുക്ക് നോമ്പ് കാലങ്ങൾ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഈസ്റ്ററിന് ഒരുക്കമായും ക്രിസ്തുമസിന് ഒരുക്കമായും നമുക്ക് നോമ്പുകളുണ്ട്. 15 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. ഇതെല്ലാം വളരെ ഗൗരവമായി നമ്മൾ സമീപിക്കേണ്ട ദിവസങ്ങളാണ്. നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ജഡത്തിൻ്റെ ആസക്തികളെ നിഷേധിക്കാൻ മാത്രം ലോകവുമായിട്ടുള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഉപേക്ഷിക്കാനും ദൈവവുമായിട്ടുള്ള കണക്ഷൻ ക്രമപ്പെടുത്താനും സഭ തരുന്ന വലിയൊരു അവസരമാണ്. അങ്ങനെ കർത്താവുമായിട്ടുള്ള കണക്ഷൻ ശരിയാകുമ്പോൾ നമുക്ക് ആനന്ദമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ആസക്തികളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലദായകമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖലോലുപതയുള്ള ജീവിതം ഉപേക്ഷിക്കണം. ആഡംബര ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. അലസത നിറഞ്ഞ ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. ഉഴപ്പുന്ന ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. അധ്വാനിക്കുന്ന, കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആളുകൾ, ദൈവം വിളിക്കുന്നവരെയൊക്കെ നോക്കിക്കോ, അവരൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരായിരിക്കും. ചിലർക്ക് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം ചിലരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ദൈവം ചിലരെ ഉപയോഗിക്കുന്നില്ല, മനസ്സുണ്ട് ആഗ്രഹിച്ചിട്ടും. അതിൻ്റെ എല്ലാം ഒരു കാരണം ഇതാണ്, കഷ്ടപ്പെടാനുള്ള മനസ്സ്. കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കാത്തവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഭൗതിക ജീവിതത്തിലാണെങ്കിലും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ തയ്യാറാകണം. സുഖകരമായതിനെ ഉപേക്ഷിക്കണം, മഹത്വം നിറഞ്ഞൊരു നാളേക്ക് വേണ്ടി. ഇന്ന് സുഖിച്ച് ജീവിക്കുന്നവർക്ക് മഹത്വം നിറഞ്ഞൊരു നാളെ ഉണ്ടാകുകയില്ല. മഹത്വം നിറഞ്ഞ നാളെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് കുരിശുകൾ വഹിക്കണം. കുരിശിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ഭാവി ജീവിതം ഒരു മഹത്വമുള്ള ജീവിതമായിട്ട് മാറണം. ദൈവത്തിൻ്റെ ആനന്ദമാണ് എനിക്ക് വേണ്ടത്. ഈ ലോകത്തിൻ്റെ വില കുറഞ്ഞ സന്തോഷത്തിൻ്റെ പിന്നാലെ ഞാൻ ഓടുകയില്ല. എനിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങണം. ഈ പ്രത്യേകിച്ച് നമ്മൾ 2022 അവസാനിക്കുന്നു, പുതിയൊരു വർഷം നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സമയമാണ് ഈ ഒരു തീരുമാനമെടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ സുഖലോലുപതയുടെ മേഖലകളിൽ നമുക്ക് ഡെലിവറൻസ് വേണ്ട, വിമോചനം വേണ്ട ഒരു മേഖലയുണ്ട്. ഭക്ഷണത്തോടുള്ള ആസക്തി, മദ്യത്തോടുള്ള ആസക്തി, അതുപോലെ മറ്റുള്ള അഡിക്ഷൻസ്, ഇതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കറിയാം, ജീവിക്കാൻ നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. പഴയ കാലത്തൊക്കെ മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരു ഉല്ലാസത്തിൻ്റെ ഒരു മേഖലയാണ് ഭക്ഷണം. ഒരുപാട് രുചിയുടെ അടിമത്തത്തിലേക്ക് നമ്മൾ വീണുപോയി. രുചിയുടെ അടിമത്തം ഒരു വലിയ അടിമത്തമാണ്. രുചിയെ നമ്മൾ കീഴടക്കണം. രുചി നമ്മളെ നയിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭക്ഷണത്തോടുള്ള ചില ഭക്ഷണങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. ചില ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി, ഇതെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കും. അങ്ങനെയുള്ള മേഖലകളെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഭക്ഷണത്തോടുള്ള ആസക്തി ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ എടുക്കാം. അതുപോലെ മദ്യത്തോടുള്ള ആസക്തി, എപ്പോഴും നമുക്ക് ഓർക്കാം, മദ്യമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അനേകായിരങ്ങൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് രസത്തിന് വേണ്ടി മദ്യം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫൂളിഷ്നെസ്സാണ്. അതുകൊണ്ട് മദ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ലഹരിയിൽ നിന്നുമുള്ള വിടുതലിന് വേണ്ടി നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മീഡിയയുമായിട്ടുള്ള, സോഷ്യൽ മീഡിയയുമായിട്ടുള്ള അഡിക്ഷൻ അനേകരുടെ മനസ്സിനെ, അനേകരുടെ ശരീരത്തെ, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഡിസോർഡറിലാക്കുന്നുണ്ട്. ഒന്നും നമ്മളെ അടിമപ്പെടുത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അതുപോലെ ചില വ്യക്തികളോടുമുണ്ട് അഡിക്ഷൻ. ചില വ്യക്തികളെ കാണാതിരിക്കാൻ വയ്യ, മിണ്ടാതിരിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആത്മീയമായ സ്വാതന്ത്ര്യം കളയും. ദൈവത്തിൻ്റെ
ആത്മാവിൽ വളരാനുള്ള തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ സ്വതന്ത്രരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഉണ്ട്, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് ഏത് മേഖലയിലാണ് വിടുതൽ വേണ്ടത് ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിർബന്ധ ബുദ്ധികൾ ഉപേക്ഷിക്കണം. ഒന്നിനോട് നിർബന്ധമില്ലാത്ത ഒരു മാനസികാവസ്ഥ രൂപപ്പെടണം. പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്കറിയാം. അതാണ് ആന്തരിക സ്വാതന്ത്ര്യമുള്ള വ്യക്തി. ചിലതൊക്കെ കിട്ടിയേ തീരൂ, ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ് എങ്കിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന കറി ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് തന്നെ വേണം, ഇന്നതില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്. ഭക്ഷണം എന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബന്ധനത്തിലാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതത്തെ ഞാൻ നയിക്കുന്നതെങ്കിൽ ഞാൻ ശരീരത്തിൻ്റെ അടിമയാണ്. ശരീരമല്ല ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്, ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്, ആത്മാവിൻ്റെ പ്രവണതകൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുമാത്രം ശരീരത്തിൻ്റെ അടിമത്തത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്തുമാത്രം പരിശുദ്ധാത്മാവിന് എൻ്റെ മനസ്സിൻ്റെ മേലും എൻ്റെ ശരീരത്തിൻ്റെ മേലും അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ദൈവമേ, ഈ മേഖലകളിലേക്ക് കടന്നു വരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ വിടർത്തി പിടിച്ചുകൊണ്ട് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. എവിടെയാണ് വിടുതൽ വേണ്ടതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവേ, എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കാൻ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും അതോടൊപ്പം TV-യുടെ മുമ്പിലിരുന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ അഡിക്ഷനുകളും ഈ രാത്രിയിൽ എടുത്തു കളയണമേ. ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ വിടുതൽ നേടട്ടെ. കർത്താവെ, കൊതിയുടെ അടിമത്തം വിട്ടുപോകട്ടെ. കർത്താവെ, ഹൃദയങ്ങൾ സ്വതന്ത്രമായി തീരട്ടെ. മദ്യപാനത്തിൻ്റെ ആസക്തി വിട്ടുപോകട്ടെ. മദ്യ കൂട്ടുകെട്ടുകളുടെ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. എല്ലാ ഹൃദയങ്ങളും സ്വതന്ത്രമായി തീരട്ടെ. വ്യക്തികളോടുള്ള അറ്റാച്ച്മെന്റുകൾ വിട്ടുപോകട്ടെ. തെറ്റായ ബന്ധങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സോഷ്യൽ മീഡിയയുള്ള അഡിക്ഷൻ വിട്ടുപോകട്ടെ. കർത്താവ്, ഈ നിമിഷങ്ങളിൽ തന്നെ എല്ലാ ഹൃദയങ്ങളെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തെറ്റായ ബന്ധങ്ങൾ യേശുനാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. തെറ്റായ ബന്ധങ്ങൾ യേശുനാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാവരും ചേർന്ന് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. അവരുടെ നിസ്സഹായതയിലേക്ക് നീ കടന്നു ചെല്ലണമേ. രക്ഷയുടെ വഴികൾ അവർക്ക് വേണ്ടി നീ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപകരമായ ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ട് കർത്താവേ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. അത് പാപമാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഈ രാത്രിയിൽ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി
അവർക്ക് പാപബോധം നൽകട്ടെ, കുറ്റബോധം നൽകട്ടെ. കർത്താവേ, അവരുടെ ബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. തകർന്നു പോയ ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ, ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ ആത്മാവ് എല്ലാ ബന്ധങ്ങളെയും പുനരുദ്ധരിക്കട്ടെ, എല്ലാ അകൽച്ചകളും നീങ്ങിപ്പോകട്ടെ, കലഹത്തിന്റെ അരൂപികൾ നിർവീര്യമായി തീരട്ടെ, അകാരണമായ കലഹങ്ങൾ വിട്ടുപോകട്ടെ, സാത്താനികമായ കലഹങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സമാധാനം കടന്നു വരട്ടെ, സമാധാനം കടന്നു വരട്ടെ, സമാധാനം കടന്നു വരട്ടെ. സമാധാനത്തിന്റെ രാജാവായ യേശുവേ, സമാധാനമായി നീ കടന്നു വരണമേ, ഹൃദയങ്ങളിൽ നിറയണമേ, ഹൃദയങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ സംശയപ്രകൃതി കൊണ്ട് മനസ്സുമടുത്ത് ആത്മഹത്യക്ക് വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു സഹോദരിയുടെ കണ്ണുനീർ കർത്താവ് ഈ രാത്രിയിൽ എടുത്തു നിൽക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. വീട് വിട്ടുപോയ ഒരു മകന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ ആരാധന. ഇനി ഞാൻ നൈറ്റ് വിജിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല, എൻ്റെ അവസാനത്തെ വരവാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു മകൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കർത്താവ് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. 16 പേർക്ക് ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനിൽ നിന്ന് വിടുതൽ, അവരുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് ഈ രാത്രിയിൽ അത് വീണ്ടെടുത്ത് കൊടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കണ്ണുകൾ അടയ്ക്കുക. പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടി, ചില തിന്മകളിൽ നിന്ന് മാത്രമല്ല, എല്ലാ തിന്മകളിൽ നിന്നും വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാര ബലി അർപ്പിച്ചത്. അതുകൊണ്ട് ചിലതൊക്കെ മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അനേക വർഷങ്ങളായി ഇനിയും എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ തന്നെ ബലി അർപ്പിച്ചു. അതുകൊണ്ട് പരിപൂർണതയാണ് നമ്മുടെ ലക്ഷ്യം. പൂർണ്ണതയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചിലതൊക്കെ ഇതെന്റെ ബലഹീനതയാണെന്ന് കരുതി താലോലിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലതൊക്കെ മാറ്റാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ അവഗണിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരുണ്ട്. എന്നാൽ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നിന്റെ ദൈവത്തിന് മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അത് സാത്താന്റെ കൗൺസിലിംഗ് ആണ്. ഈ ബലഹീനത മാറ്റാൻ പറ്റില്ല, എനിക്കിനി ഒരു പുതിയ ജീവിതം നയിക്കാൻ പറ്റില്ല, എനിക്ക് വിശുദ്ധ ജീവിതം അസാധ്യമാണ്, ഞാനിതിന് അടിമയായി പോയി. അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ രാത്രിയിൽ ഉപേക്ഷിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തം നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ടതാണ്. നിന്റെ പാപത്തിന് പരിഹാരം മാത്രമല്ല, പാപത്തിന്റെ ശക്തികളെ കുരിശിൽ അവൻ നിർവീര്യമാക്കി.
നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ ശക്തികളെ നിർവീര്യമാക്കിയ യേശുവിൽ നീ വിശ്വസിക്കുക. യേശുവിന്റെ രക്തം ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ തളിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം പൂർണ്ണമായി വിടുതൽ നൽകട്ടെ. യേശുവിന്റെ രക്തം എല്ലാ അഡിക്ഷനുകളും എടുത്തു കളയട്ടെ. യേശുവിന്റെ രക്തം എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കട്ടെ. യേശുവിന്റെ രക്തം നിനക്ക് പൂർണ്ണമായ വീണ്ടെടുപ്പ് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, ഈശോയേ നന്ദി, ഹല്ലേലൂയ. പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവായ ദൈവമേ, അവിടുന്ന് മനുഷ്യനായി തീർന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ. 1 യോഹന്നാൻ 3:8 ഞങ്ങൾ ഓർക്കുന്നു. മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവേ, ഞങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ പിശാച് കടന്നു വന്ന് അവൻ ദുരിതങ്ങൾ വിതച്ചിരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ മൂലം ഞങ്ങളിൽ പലരുടെയും ജീവിതങ്ങളിൽ തകർച്ചകളുണ്ടായി. പിശാചിന്റെ പ്രവൃത്തികൾ മൂലം രോഗബാധകളിലേക്ക് ഞങ്ങൾ കടന്നുപോയി. പിശാചിന്റെ പ്രവൃത്തികൾ മൂലം സാമ്പത്തിക മേഖലകൾ തകർന്നുപോയി. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റിയില്ല. കർത്താവേ, എവിടെയൊക്കെയാണോ പിശാച് കടന്നു വന്നത്, എവിടെയൊക്കെയാണോ പിശാച് ദുരിതം വിതച്ചിരിക്കുന്നത്, അവിടേക്കെല്ലാം ഈ രാത്രിയിൽ നീ കടന്നു വരണമേ. നീ മനുഷ്യനായി തീർന്നതും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും അഴിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പിശാചിന്റെ പ്രവൃത്തികൾ ഈ രാത്രിയിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തകർച്ചകളുടെ അരൂപികൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. കുരിശിന്റെ ശക്തി വ്യാപിക്കട്ടെ. തിരുരക്തം തളിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലാടിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലാടിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ
മരണത്തെ ജയിച്ചവനെ ഈശോയേ 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 വിടുതൽ നൽകണമേ ഈശോയേ വിടുതൽ നൽകണമേ ഈശോയേ സൗഖ്യം നൽകണമേ ഈശോയേ സൗഖ്യം നൽകണമേ ദൈവമേ, ഇറങ്ങി വരണമേ, ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു നീക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ കൈവിടരുതേ, ഈ രാത്രിയിൽ ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ വരും തലമുറകളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ വേദനകളെ എടുത്തു നീക്കണമേ, ഞങ്ങളുടെ നിസ്സഹായത കാണണമേ, ഞങ്ങളുടെ നിസ്സഹായത കാണണമേ, ഓ യേശുവേ, ഈശോയേ നിലവിളി കേൾക്കണമേ ഈശോയേ നിലവിളി കേൾക്കണമേ ഒരു സാക്ഷ്യം വായിക്കുകയാണ്. ഇരിക്കുന്നു. എൻ്റെ പേര് റീന, സ്ഥലം കൊട്ടിയൂര്, കണ്ണൂർ. എൻ്റെ മോളുടെ കുഞ്ഞുണ്ടായപ്പോൾ മുതൽ അവൻ്റെ തൊണ്ടയിൽ നിന്ന് കഫം കെട്ടിയതുപോലെ സൗണ്ടായിരുന്നു. കുഞ്ഞ് വളരും തോറും സൗണ്ടും കൂടി വന്നു. കഫക്കെട്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഓർത്തു. ഡോക്ടേഴ്സും അത് തന്നെ പറഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞിട്ടും ഈ സൗണ്ടിന് ഒരു കുറവുമില്ലായിരുന്നു. നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം സൗണ്ട് കേൾക്കാമായിരുന്നു. പനിയും കഫക്കെട്ടും വന്നാൽ പിന്നെ ശ്വാസം എടുക്കാനോ ഉറങ്ങാനോ കഴിയില്ല. രാത്രിയിൽ ഞങ്ങൾ എടുത്ത് തല ഉയർത്തി പിടിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ കണ്ണൂരുള്ള പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ തൊണ്ടയിലെ ഒരു പാടയുടെ ബലക്കുറവാണ് ഈ സൗണ്ടിന് കാരണമെന്ന്. ഇത് ജന്മനാ ഉള്ള കുട്ടികൾക്ക് 1 വയസ്സാകുമ്പോൾ മാറേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ 2 വയസ്സായി, എന്ത് പറ്റിയെന്നറിയില്ല, എങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അത്യാവശ്യം കഫക്കെട്ടിനുള്ള മരുന്നുകളൊക്കെ തന്ന് പറഞ്ഞു വിട്ടുവെങ്കിലും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ആഗസ്റ്റ് മാസത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഞാൻ സംബന്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇത് കേട്ടോ കുഞ്ഞിൻ്റെ സൗണ്ട്, അടുത്ത് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന്. ഈ സമയം വിഷമത്തോടെ നേർച്ച നേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ കുഞ്ഞിൻ്റെ തൊണ്ടയിലെ ഈ അസ്വസ്ഥത ഇപ്പോൾ തന്നെ മാറ്റിത്തരണം, അടുത്ത മാസം സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു.
ആ സമയത്ത് തന്നെ കുഞ്ഞ് സുഖപ്പെട്ടു. അതിനുശേഷം ഇതുവരെയും യാതൊരു സൗണ്ടും അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ദൈവം പ്രവർത്തിച്ചു. അത്ഭുതം. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു പാട്ട് പാടാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതിശയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ട്രീസ പോള്, തൃശ്ശൂർ മുട്ടക്കുളം. എൻ്റെ ഭർത്താവിന് 2/2/2022 പെട്ടെന്ന് സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പ് അനുഭവപ്പെട്ടു. തലേ ദിവസം പനി ഉണ്ടായിരുന്നു. സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഹോസ്പിറ്റലിൽ പോകുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നത്തെ ആദ്യ വെള്ളിയാഴ്ചയിൽ എന്തായാലും നൈറ്റ് വിജിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അന്നത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും മാറിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് തന്നെ ഭർത്താവിൻ്റെ സംസാരം ശരിയാകുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വേറെയും കത്തുകളുണ്ട്. ഞാൻ 2 കത്തുകൾ സാമ്പിളായിട്ട് ഞാൻ വായിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, നൈറ്റ് വിജിൽ ശുശ്രൂഷ ആരംഭിച്ചത് 1996 26 വർഷമായി. ഈ വർഷങ്ങളിലൂടെ അനേക ലക്ഷം ആളുകൾ ആത്മീയ ഉണർവും സൗഖ്യവും വിടുതലും ഒക്കെ നേടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളം അറിയാൻ പാടില്ലാത്തവർ പോലും നൈറ്റ് വിജിൽ ദിവസം TV സെറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന് അവർ പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയത്, അനുഗ്രഹത്തിൻ്റെ രാത്രിയത്, നിലവിളി കേൾക്കുന്ന രാത്രിയാണ്. ദൈവം അതിനുവേണ്ടി രൂപപ്പെടുത്തിയതാണ് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ. നമുക്ക് വിശ്വാസത്തോടെ നമ്മളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ സമയത്ത് ലോകമെങ്ങുമുള്ള TV-യിലൂടെ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കാം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ അനേകായിരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി പറയുന്നു. ദൈവമേ, ഈ സമയത്ത് ഞങ്ങളോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിടപ്പ് രോഗികളുണ്ട്. കർത്താവെ ദൈവമേ, അവരുടെ വേദനയും നിലവിളിയും കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവര്, കർത്താവെ, തളർവാദം പിടിപെട്ട് കിടക്കുന്നവര്, വാർദ്ധക്യത്തിന്റെ അവശതയിൽ നിസ്സഹായതയിൽ നിലവിളിക്കുന്നവര്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവര്, അവരെല്ലാം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഗർഭിണികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർജറി കഴിഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ, തിന്മകളെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ വലത് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് TV സെറ്റിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവമേ, എല്ലാ മക്കളെയും വർദ്ധിക്കണമേ.
കർത്താവേ, നിന്റെ കരങ്ങൾ നീട്ടപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ. ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. കർത്താവെ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവര് സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ എല്ലാവരിലേക്കും കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മുറിവുകളേറ്റൊരൻ യേശുവേ, മുറിവുകളാ സൗഖ്യമേകൂ. മുറിവുകളേറ്റൊരൻ യേശുവേ, മുറിവുകളാ സൗഖ്യമേകൂ. കർത്താവേ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അനേകര്, ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുന്നവര്, മക്കളൊന്നും വീട്ടിലില്ലാതെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നവര്, അത്തരത്തിലുള്ള അനേകര് ഇപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവരുടെ ഏകാന്തതയുടെ വേദനകളെല്ലാം എടുത്തു നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് വേവലാതിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ അവരെ വാരിപ്പുണരട്ടെ. നിസ്സഹായതയുടെ നൊമ്പരം അനുഭവിക്കുന്നവരിലേക്കെല്ലാം നിന്റെ സഹായം നീ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് നിലവിളി കേൾക്കുന്നവനാണല്ലോ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം അങ്ങ് സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ദൈവമേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീ വാരി വിതറിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും സൗഖ്യത്തെ ഓർത്തും വിടുതലിനെ ഓർത്തും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. തുടർന്ന് ബ്രദർ അഗസ്റ്റിൻ തുടർന്നുള്ള സമയത്ത് നമ്മളോട് വചനം പങ്കുവെക്കും.